പ്രഭാതഭേരി. നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്നാൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം ഇല്ല. ഈ സാഹചര്യത്തിലാണ് ദയാവധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. രോഗാവസ്ഥയിൽ ഇനി ചികിത്സയൊന്നുമില്ല എന്ന സാഹചര്യത്തിൽ പലരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക സ്വാഭാവികം. പാലിയേറ്റീവ് കെയർ സംവിധാനം കൈകാര്യം ചെയ്യുന്ന പലരും ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചികിത്സ മുടക്കിയും മരുന്നുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഒഴിവാക്കിയും രോഗിയെ മരിക്കാൻ അനുവദിക്കുന്ന നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് യുഥനേഷ്യ നിയമപരമായി ഇന്ത്യയിൽ അനുവദനീയമാണ്. നിഷ്ക്രിയ ദയാവധം ഇന്ത്യയിൽ നിയമവിധേയമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ മികച്ച നിലവാരമുള്ള സേവനം കാഴ്ചവെക്കുമ്പോൾ ദയാവധത്തിന്റെ നിയമപരമായ സാഹചര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്ന് പ്രഭാതഭേരി. ഇന്ത്യയിലെ നിലവിലുള്ള നിയമപ്രകാരം ഒരാൾക്ക് മരിക്കാനുള്ള അവകാശം നിയമപരമല്ല. അഡ്വക്കേറ്റ് കോകില ബാബു. റൈറ്റ് ടു ഡൈ പൗരന്റെ മൗലിക അവകാശമായി കാണുന്നില്ല. എന്നാൽ ചില വിധിന്യായങ്ങൾ ഇത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റൈറ്റ് ടു ലിവ്. അതിൽ റൈറ്റ് ടു ഡൈ ഉൾപ്പെടുന്നില്ല. 1994 സുപ്രീം കോടതി വിധിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ പോലെ മരിക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ 1996 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധി 1994 വിധിയിലെ വ്യക്തത വരുത്തി. ജീവിക്കാനുള്ള അവകാശത്തിൽ മരിക്കാനുള്ള അവകാശവും വരുന്നില്ല. എന്നാൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത ടെർമിനലി ഇല്ലായ ഒരു വ്യക്തിക്ക് കഷ്ടപ്പെട്ട് നരകിക്കാതെ മാന്യമായി മരിക്കാൻ ഉള്ള അവകാശത്തിന് നിയമപരമായി അംഗീകാരം കൊടുത്തു. 2018 മറ്റൊരു വിധിയിൽ പാസീവ് യൂത്തനേഷ്യ കർശനമായ നിബന്ധനകളോടെ അനുവദിച്ചു. ലിവിംഗ് വിൽ എന്ന ആശയവും അംഗീകരിച്ചു. അതായത് ഒരു വ്യക്തിക്ക് തന്റെ ജീവിത അവസാന ഘട്ടത്തിൽ ജീവിതം നീട്ടാൻ ചികിത്സ വേണ്ട എന്നും മുൻകൂട്ടി രേഖപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന് വെന്റിലേറ്റർ സഹായം വേണ്ട എന്ന് മുൻകൂട്ടി വെക്കാം. ലിവിംഗ് വില്ല് വഴി ആത്മഹത്യാ ശ്രമത്തെ കുറ്റകരമാണ് എങ്കിലും ഒരു വ്യക്തിയുടെ മാനസിക നില പരിഗണിച്ച് മെന്റൽ ഹെൽത്ത് ആക്ട് 2017 പ്രകാരം ശിക്ഷ നൽകാൻ പാടില്ല എന്നും വന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പാലിയേറ്റീവ് മെഡിസിൻ HOD ഡോക്ടർ സുധ. പാലിയേറ്റീവ് കെയർ ജസ്റ്റ് മീൻസ് ദാറ്റ് അവരുടെ ഡിസ്ട്രസിംഗ് സഫറിങ്സിനെ നമ്മൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. അത് സഫറിങ്സ് ഏത് സ്റ്റേജിലും വരാം. യൂഷ്വലി നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് ഈവൻ ടെർമിനലി ഇൽ പേഷ്യൻസ് പോലും സിവിയർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് നമ്മൾ കാണാറില്ല. ഒരു ഡിപ്രസ് മൂഡ് അല്ലെങ്കിൽ സാഡ്നസ് ഇൻ ഡ്യൂ കോഴ്സ് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. ഫൈനലി അവർ ലെവൽ ഓഫ് അക്സെപ്റ്റൻസ് വന്നു കഴിയുമ്പോൾ അതായത് എനിക്ക് ടെർമിനലി ഇല്ലാണ് അവിടെ നമ്മൾ ഹോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഹോപ്പ് ഇല്ലാന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് പലപ്പോഴും അവര് ദയാവധം അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക, യൂത്തനേഷ്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ അത് ഒരിക്കലും ലീഗൽ അല്ല. ഇതിനെ പല തരത്തിലും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടെർമിനലി ഇൽ പേഷ്യൻസ് അക്സെപ്റ്റൻസിൽ വരാത്തപ്പോഴാണ് അവർ പലപ്പോഴും അഗ്രസീവ് തെറാപ്പി, അതായത് വെന്റിലേറ്ററിൽ കയറുക, ICUയിൽ കയറുക. പലപ്പോഴും നമ്മുടെ സൊസൈറ്റൽ പ്രഷർ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്കും അറിയാം, പേഷ്യന്റിനും അറിയാം, ഫാമിലിക്കും അറിയാം ഇതുകൊണ്ടൊന്നും ഒരു വലിയ ഗുണം ഉണ്ടാവുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവർ അനാവശ്യമായിട്ട് അഗ്രസീവ് തെറാപ്പിയിലോട്ടും വെന്റിലേറ്റർ സപ്പോർട്ടിലോട്ടും ഒക്കെ പോവുക. അങ്ങനെ പോയി കഴിയുമ്പം അവർക്ക് കൂടുതൽ എൻഡ് ഓഫ് ലൈഫ് ബിക്കംസ് വെരി ടെറിബിൾ ഫോർ സച്ച് പേഷ്യൻസ്. അപ്പൊ അവരെ ആ ലെവൽ ഓഫ് അക്സെപ്റ്റൻസിലോട്ട് എത്തിക്കുക എന്നുള്ളതിന് നല്ലൊരു കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട്. പേഷ്യന്റ് നീഡ്സ് അസസ്മെന്റ് നമ്മൾ നീഡാണ്, വാണ്ട്സ് അല്ല. നീഡ്സിനെ നമ്മൾ അസസ് ചെയ്തിട്ട് അവരുടെ ഏത് തലത്തിലാണ് അവർക്ക് പ്രോബ്ലം ഉള്ളത് ആ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിന് നമുക്ക് കൗൺസിലേഴ്സിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, പലപ്പോഴും സോഷ്യൽ വർക്കേഴ്സിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, കമ്മ്യൂണിറ്റിയുടെയും ഗവൺമെന്റിന്റെയും ഒരുപാട് സോഷ്യൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിലോട്ട് നമ്മൾ പേഷ്യന്റിനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഓരോരുത്തർക്കും ഡോക്ടറിന് ഉള്ള പോലെ തന്നെ ഈക്വൽ റോളാണ് നഴ്സിന്, അതേപോലെ നല്ല റോളാണ് കൗൺസിലറിന്. എല്ലാവരും ഒരു ഇന്റർ ഡിസിപ്ലിനറി കെയർ ആണ് വിത്ത് റോൾസ് ഓവർലാപ്പിംഗ്. അങ്ങനെ ഒരു കെയർ ആണ് നമുക്ക് ഐഡിയലി ഒരു പാലിയേറ്റീവ് കെയറിന് ആവശ്യം. മാതൃഭൂമിയുടെ ഹൈക്കോടതി റിപ്പോർട്ടർ
VS സിജു. സുപ്രീം കോടതി തന്നെയാണ് ലിവിംഗ് വിൽ എന്ന കൺസെപ്റ്റ് മുൻപോട്ട് വെച്ചത്. ഇന്നത് 2018 അതിന് തുടർച്ചയായി 2023 സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാനമായൊരു ഉത്തരവായിരുന്നു ലിവിംഗ് വിൽ എന്ന കൺസെപ്റ്റ്. അയപൂർത്തി ആർക്കും ഒരു ലിവിംഗ് വിൽ തയ്യാറാക്കാം. വില്ലിൽ ഏതുതരം ചികിത്സയാണ് വേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് ചികിത്സ പിൻവലിക്കേണ്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. ഒരിക്കൽ നൽകിയ ലിവിംഗ് വില്ല് നമുക്ക് ഏത് സമയത്തും ഭേദഗതിയും ചെയ്യാം. അപ്പം അത് കുറച്ചും കൂടെയൊക്കെ പ്രായോഗികമായി വളരെ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത്തരത്തിലുള്ള അനാവശ്യമായ ചികിത്സയിലേക്ക് മനുഷ്യനെ തള്ളിവിടാതിരിക്കാൻ സഹായകരമാകുന്ന ഒരു കൺസെപ്റ്റ്. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ലിവിംഗ് വില്ല് ഒപ്പിടേണ്ടത്. ഒരു നോട്ടറിയോ 2 ഗസ്റ്റ് ഉദ്യോഗസ്ഥരോ സാക്ഷ്യപ്പെടുത്തണം. നേരത്തെ അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തണമെന്നായിരുന്നു. അത് ആ നിബന്ധന സുപ്രീം കോടതി തന്നെ ഒഴിവാക്കി. ഒരു കുടുംബ ഡോക്ടർ ഉണ്ടെങ്കിൽ ലിവിംഗ് വിൽ കുടുംബ ഡോക്ടറിന് നമുക്ക് കൈമാറാം അതിൻ്റെ പകർപ്പ്. പിന്നെ ലിവിംഗ് വില്ല് നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചാൽ 2 ഘട്ടങ്ങളിലായി മെഡിക്കൽ ബോർഡ് ചേർന്ന് തീരുമാനമെടുക്കണം. അതായത് ഒരു വയ്യാത്ത പ്രായത്തിൽ നമ്മളെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പം നമുക്ക് ആളുടെ ബന്ധുക്കൾക്ക്, മക്കൾക്ക് ആ ആശുപത്രി അധികൃതരോട് പറയാം അദ്ദേഹം ലിവിംഗ് വിൽ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ലിവിംഗ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കാം. 2 മെഡിക്കൽ ബോർഡുകളാണ് തീരുമാനമെടുക്കേണ്ടത്. ആ മെഡിക്കൽ ബോർഡ് ആദ്യ മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർമാരായിരിക്കരുത് രണ്ടാമത്തെ മെഡിക്കൽ ബോർഡിൽ ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ 48 മണിക്കൂറിനുള്ളിൽ ആ ലിവിംഗ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ലിവിംഗ് വിൽ നൽകിയ ആളുടെ തുടർ ചികിത്സയെ സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അപ്പം അതൊരു വളരെ നല്ല കൺസെപ്റ്റാണ്. അനാവശ്യമായ ചികിത്സയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നതും അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിവാക്കാൻ നമുക്കത് വലിയ സഹായം ചെയ്യും. ഇപ്പോൾ അതിൻ്റെ പ്രായോഗികമായൊരു പ്രശ്നം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലിവിംഗ് വിൽ തയ്യാറാക്കി നമ്മൾ ലിവിംഗ് വിൽ കൈമാറേണ്ടത്. പക്ഷേ അതിനുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നതാണ് പ്രശ്നം. പാലിയം ഇന്ത്യയിലെ ഹെഡ് ഓഫ് ട്രെയിനിങ് ഡോക്ടർ ശ്രീദേവി വാര്യർ. പലപ്പോഴും പാലിയേറ്റീവ് കെയറിൽ അല്ലെങ്കിൽ സാന്ത്വന പരിചരണത്തിന് വേണ്ടി വരുന്ന രോഗികൾ നമ്മൾ ഏറ്റവും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഡോക്ടറെ എനിക്ക് മരിച്ചാൽ മതി, മരിക്കാനുള്ള എന്തെങ്കിലും ഗുളികകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ, അതുണ്ടെങ്കിൽ മാത്രം എന്നെ ചികിത്സിച്ചാൽ മതിയെന്ന്. ഇത് ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾ പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും മിക്കവാറും ആൾക്കാരിൽ സഹിക്കാനാവാത്ത വേദന. ചില രോഗികളുടെ കാര്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അസുഖം മാറി, ചികിത്സിച്ചു, അസുഖം മാറി, പക്ഷെ വേദനയ്ക്ക് ഒരു മാറ്റമില്ല. അപ്പൊ ഇങ്ങനെ വേദനിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമല്ലേ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അടുത്ത ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത്, അസുഖം വന്നു, എനിക്കിനി കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്, എല്ലാവരുടെയും ജീവിതം എന്നെ ചുറ്റിപ്പറ്റിയാണ്, എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും? ഒത്തിരി വേദന സംഹാരികൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ. അതുകൊണ്ട് എങ്ങനെ ഇയാളുടെ വേദന ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും? 2, കുടുംബത്തിന് ഞാനൊരു ഭാരമായിരിക്കുകയല്ലേ എന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ എങ്ങനെ അവരിൽ തന്നെ ഒരു അർത്ഥം കണ്ടെത്താൻ പറ്റും? ചെറിയൊരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്താൽ വലിയ വരുമാന മാർഗം അല്ലെങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർക്ക് ഫാമിലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ അതൊരു സന്തോഷമാണ്. എന്താ പറയാ, ജീവിതത്തിന് ഒരു അർത്ഥം കൈവന്നു. ഞങ്ങൾ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ഹോം വിസിറ്റുകൾക്ക് പോകുമ്പോൾ നമ്മുടെ ടീമിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ അന്വേഷിച്ച് വരാൻ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു റിക്വസ്റ്റ് നമ്മളോട് പറയുന്നത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുക. അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ആദ്യത്തെ അതിനകത്തുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ഒരു ടീമായിട്ട് നിന്നാൽ, അതിലിപ്പോൾ ഞാനൊരു ഡോക്ടറോ എൻ്റെ കൂടെയുള്ള നേഴ്സോ ഒന്നും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം ഒരുമിച്ച് നിന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കൊല്ലം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ റോയ്. മരണാസന്നനായ ഒരു വ്യക്തിക്ക് തൻ്റെ മരണം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. പക്ഷേ ഈ അവകാശം അദ്ദേഹം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണോ എന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട്. മരണമെന്ന് പറയുന്നത് ഒരു അന്ത്യമല്ലെന്നും ഒരു പ്രക്രിയയാണെന്നുമുള്ള അടിസ്ഥാന തത്വം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നാം ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ സെക്കൻഡിലും മരിക്കുകയാണ്. മരണമെന്നതിനെ ഒരവസാനമായി കാണാതെ ഒരു പ്രക്രിയയായി കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു തീരുമാനം ഒരു വ്യക്തി എടുക്കുന്നത് ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി, വിഷാദരോഗമുള്ളൊരു വ്യക്തി, ചിലപ്പോൾ അത്ര മാരകമല്ലാത്ത രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് പോലും വിഷാദരോഗമുണ്ടെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ജീവിതം കൊണ്ട് പ്രയോജനമില്ല, മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിയേക്കാം. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ യഥാർത്ഥത്തിൽ മാനസികമായ പക്വതയില്ല, മാനസികമായിട്ട് അദ്ദേഹത്തിന് അപ്പോൾ സാധിക്കുകയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പരമപ്രധാനമായ കാര്യം
ഒരു ലിവിങ് വിൽ തയ്യാറാക്കുമ്പോൾ ഈ വ്യക്തിയുടെ ശാരീരിക മാനസിക അവസ്ഥ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും അതിനുശേഷം ഇദ്ദേഹത്തിന് മാനസികാവസ്ഥ പൂർണ്ണമായി ശരിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദ രോഗത്തിൻ്റെ തീവ്രതയിലോ മറ്റോ അവർ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ഒരു പൗരൻ്റെ ജീവിതത്തോട് ഒരു സംവിധാനം, ഒരു സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ബഹുമാനമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. വീണുപോകുന്നവരെ താങ്ങി നിർത്തുന്ന കരങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടില്ല. ആശ്വാസത്തിനായി മുട്ടുന്ന വാതിലുകളിൽ പലതും അടഞ്ഞു കിടക്കുന്നുമില്ല. കരുണ വറ്റിയിട്ടില്ലാത്ത ഈ ലോകത്ത് വേദനയുടെ കാഠിന്യം കുറയ്ക്കുന്ന സ്നേഹസ്പർശങ്ങൾ ഇപ്പോഴും സജീവമാണ്. ആ കരുതലിന്റെ തണലിൽ ജീവിതത്തിന്റെ കഠിനപാതകൾ ശാന്തമായി നടന്നു കയറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതെ, അതങ്ങനെ തന്നെ ആകട്ടെ.